ഹലോ, എല്ലാ കൂട്ടുകാർക്കും പാർക്കിംഗ് വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന കല്ലുമ്മക്കായ് വെച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനും കാണുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കല്ലുമ്മക്കായ് വെച്ചിട്ട് ഞാൻ ഇറച്ചി നമ്മൾ വയ്ക്കത്തില്ലേ, അതുപോലെയാണ് ഞാൻ കല്ലുമ്മക്കായ് വെച്ച് ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ആ കല്ലുമ്മക്കായ് കിട്ടുന്ന വളരെ കുറവാണ്. പക്ഷെ എൻ്റെ അമ്മേൻ്റെ നാട് കർണാടകയിൽ കാർവാറാണ്. അവിടെ പോകുമ്പോൾ നന്നായിട്ട് കിട്ടാറുണ്ട്. ആ സമയത്ത് നമ്മൾ അമ്മയോട് പറയാറുണ്ട് ഇതുപോലെ കല്ലുമ്മക്കായ് മേടിച്ച് കറി വെച്ച് തരാൻ. അമ്മ വയ്ക്കും, നല്ല സൂപ്പറായിട്ട് കറി വയ്ക്കും. നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് അതുപോലെയാണ് കറി വയ്ക്കുന്നത്. പറഞ്ഞപ്പോൾ തന്നെ നാക്കിന്ന് വെള്ളം വന്നു. അപ്പോൾ അമ്മ വയ്ക്കുന്ന ഓർത്തിട്ട് വെള്ളം വന്നതാണേ. അപ്പോൾ ചട്ടിയൊക്കെ ഞാൻ ചട്ടിയിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. ചട്ടിയിൽ വയ്ക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് വറുത്ത് കൊടുക്കാം. സാധാരണ ഇറച്ചിക്കറിക്ക് നമ്മൾ കടുക് വറുക്കാറില്ല, പക്ഷേ കല്ലുമ്മക്കായ്ക്ക് കടുക് വറുക്കണം. അപ്പോൾ കടുക് വറുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചൊന്നിട്ട് കൊടുക്കാം. പേസ്റ്റായിട്ട് ഇടുന്നെങ്കിൽ അങ്ങനെയും ഇടാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ മുളക്, അതുപോലെ സവാളയും കൂടെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ഉള്ളിയും സവാളയൊക്കെ ഇട്ട്, പിന്നെ സവാള കുറച്ച് പെട്ടെന്നൊന്ന് വഴണ്ടി വരാനായിട്ട് നമുക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് വഴണ്ടി വരാനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രം മതി. അപ്പോഴത്തേക്കും വഴണ്ടി വരും. വഴണ്ടി വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് തക്കാളിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു 2-3 മിനിറ്റിനുള്ളിൽ സവാളയും ബാക്കിയുള്ള മുളകും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴണ്ടി വരും. അപ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ വഴണ്ടി വരുന്നതിന് മുമ്പ് പൊടികൾ ചേർക്കുന്നതിനേക്കാളും നന്നായിട്ട് ഇതെല്ലാം വഴണ്ടി വന്നതിന് ശേഷം പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ സാധാ ഇറച്ചിക്ക് ചേർക്കുന്ന മസാലകൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഞാനിവിടെ കുരുമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ മിക്ക കറികളിലും ഞാൻ ഈ കുരുമുളക് ചതച്ചതാണ് ഇടുന്നത്. അപ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ കുരുമുളക് ചതച്ചത് അല്ലെങ്കിൽ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊരു മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് ഉപ്പ്, നമ്മൾ നേരത്തെ ഉപ്പിട്ടില്ലേ, അത് സവാള വഴണ്ടി വരാനല്ലേ, കല്ലുമ്മക്കായ്ക്കും കൂടെ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ ആ ഒരു പച്ച ഒരു പോയി മാറാനായിട്ട് കുറച്ചൊന്ന് ഇളക്കി 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം കല്ലുമ്മക്കായ് ഇട്ട് കൊടുക്കാം. കല്ലുമ്മക്കായ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കല്ലുമ്മക്കായ് വെന്ത് വരാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്ക് കുറച്ചൊന്ന് കറി പോലെ വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ശകലം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ റോസ്റ്റായിട്ട് എടുക്കാനാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ എനിക്ക് കറിയായിട്ട് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് വേവുന്ന വരെ കാത്തിരിക്കുക. ഒരു 3-5 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും. അപ്പോൾ വെന്തതിന് ശേഷമുള്ള കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എനിക്കത് ഉണ്ടാക്കുന്ന സമയത്തേ നമുക്കൊന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരുന്ന വൃത്തിയാക്കുന്ന സമയത്ത് അതിൻ്റെ മണം കേട്ടിട്ട് പോലും എനിക്ക് നന്നായിട്ട് വയറ് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.